സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവിടെ സ്വർണ്ണക്കൊള്ളയിൽ ബാക്കി വന്ന മുഴുവൻ സ്വർണ്ണക്കൊള്ളയിലല്ല എനിക്ക് തോന്നുന്നു സ്വർണ്ണം പൂശിയ ശേഷം അല്ലേ ബാക്കി വന്ന സ്വർണ്ണം മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് ആവർത്തിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി. പ്രത്യേക അന്വേഷണ സംഘം പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യുകയും ഭണ്ഡാരിയിൽ നിന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കേസിൽ അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണ്. ചെന്നൈയിലും ഹൈദരാബാദിലും ഇന്നും പരിശോധന തുടരും. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, സ്വർണം പൂശിയതിനു ശേഷം ബാക്കിയുള്ള സ്വർണം മുഴുവൻ ഏൽപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ അവകാശപ്പെടുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് ആര് പറയുന്നതാണ് ശരിയെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന് മറ്റു തെളിവുകളൊന്നുമില്ലേ സിജോ? അത് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. അവിടെയുള്ള ഡോക്യുമെന്റ്സിലുള്ള വിവരങ്ങൾ വെച്ചാണ് ഇത്തരത്തിൽ സ്വർണം ഇത്ര ഗ്രാമുകളാണ് കൊടുത്തു വിട്ടിരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഏകദേശം 420 ഗ്രാം എന്നുള്ളതാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി ഏറ്റവും പുതിയതായി മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം മുതൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെയും അല്ലെങ്കിൽ ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഒക്കെ നിലപാടുകളൊക്കെ വളരെ സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇവിടെ എത്തിച്ചത് ചെമ്പാണെന്നാണ് ആദ്യം സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലൊക്കെയാണ് അവർ വീണ്ടും പറയുന്നത് അല്ല, ചെമ്പല്ല എത്തിച്ചിരിക്കുന്നത്, സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എത്തിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അവിടെ എത്തിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവിലും വലിയ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്ന കണക്കുകളിൽ. കാരണം ഈ UB ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് ഈ എത്തിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളിൽ 1564 ഗ്രാം സ്വർണ്ണമുണ്ടെന്നുള്ളതാണ്. പക്ഷേ അവിടെ ഉരുക്കിയെടുത്തപ്പോൾ 577 ഗ്രാം സ്വർണ്ണം മാത്രമാണ് അവരുടെ കണക്കുകൾ പ്രകാരം ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 1 കിലോയോളം സ്വർണത്തിന്റെ കുറവ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഞങ്ങളുടെ കൈവശം ഇത് ഇത്രയേ എത്തിയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന കൽപ്പേഷനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അന്ന് വിജിലൻസിന് ഇവർ പ്രത്യേക ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരുന്നത്. ആ കാര്യം ഇവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുകയാണ്. പക്ഷെ ഇപ്പോഴും ഇതൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. കാരണം ഇവിടെ എത്തിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്വർണ്ണപ്പാളിയാണ് എന്ന് തന്നെയാണ് സംശയം നിലനിൽക്കുകയും ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തൂക്കത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതിന് ശേഷം ആദ്യം ബംഗളൂരുവിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കൊക്കെയാണ് കൊണ്ടുവരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇത് ഉരുക്കി മറ്റൊരു പാളിയാണ് അവിടെ കൊണ്ടുപോയേക്കുന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഹൈദരാബാദിലും അതോടൊപ്പം തന്നെ ചെന്നൈയിലും വിശദമായ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് ഏതാനും ദിവസം കൂടി ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധനകൾ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെത്തി പരിശോധിക്കും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. കുറച്ച് ദിവസം കൂടി കഴിയുമെന്ന് തോന്നുന്നു ഇവരുടെ പ്രതികളായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ. കൃത്യമായ എവിഡൻസ് കിട്ടിയതിന് ശേഷം ചോദ്യാവലി തയ്യാറാക്കി ഓരോരുത്തരായി വിളിച്ചു വരുത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയായിരിക്കും വിളിക്കുക. അതിനുശേഷമായിരിക്കും മുരാരി ബാബുവിനെ വിളിക്കുക. പിന്നീട് ഇതിന്റെ അന്നത്തെ ചുമതലയുണ്ടായിരുന്ന ഈ തിരുവാഭരണ കമ്മീഷണർമാരായിട്ടുള്ള ആളുകളെ വിളിപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ബൈജുവാണ് ഇവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ചുമതലയുണ്ടായിരുന്ന ആളുകൾ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ് ചെന്നൈയിലെത്തി ഇത് പരിശോധിക്കുകയും അതിന്റെ തൂക്ക വ്യത്യാസങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്താതെ ദേവസ്വം ബോർഡിനെ അറിയിക്കാത്ത കാര്യത്തിലൊക്കെ വീഴ്ച വരുത്തിയത്. അങ്ങനെ ഓരോ ആളുകളുടെയും പങ്ക് വ്യക്തമാണ്. ഈ തെളിവുകളെല്ലാം ശേഖരിച്ച് അന്വേഷണ സംഘം ഇവരിലേക്ക് കടക്കാൻ വേണ്ടി തന്നെയാണ്, ചോദ്യം ചെയ്യലിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.